ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ശതമാനം ആണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 30% 54 ആണെങ്കിൽ ആ സംഖ്യയുടെ 70% എത്ര? ഒരു സംഖ്യയുടെ 30% 54 ആണെങ്കിൽ 70% എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. 54/30 × 70 എന്ന് കൊടുക്കാം. ഇനി എന്ത് ചെയ്യണം? 30-ൻ്റെ ഒരു സീറോയും 70-ൻ്റെ ഒരു സീറോയും കട്ട് ചെയ്യുക. 54-ൽ 3 എത്ര തവണ പോകും? 18 തവണ. 18 × 7 നോക്കാം, 126. അങ്ങനെ ചെയ്യാൻ അറിയാത്തവർ എന്ത് ചെയ്യുക? 54/3 എന്നുള്ളത് 3 ഒരു തവണ, 5-ൽ 3 എത്ര തവണ പോകും? ഒരു തവണ അല്ലേ? ബാക്കി 2 ഉണ്ട്. 2 4 വരുമ്പോൾ 24. 24-ൽ 8 എത്ര 3 എത്ര തവണ പോകും? 8 തവണ. അപ്പോൾ 18 കിട്ടി. ഇനി 18 × 7 ചെയ്യുക. അപ്പോൾ 126 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയുടെ 20% എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. 20%-എന്ന് തിരുത്തി വായിക്കുക. ഒരു സംഖ്യയുടെ 20%-ഓട് 400 കൂട്ടിയാൽ ആ സംഖ്യ കിട്ടും എങ്കിൽ സംഖ്യ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. 20% 400 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാക്കി എത്രയാണ്? 80 അല്ലേ? അപ്പോൾ 400/80 എന്ന് കൊടുക്കുക. ഇൻറ്റു 100. ഒരു സീറോ, 80-ൻ്റെ ഒരു സീറോ കട്ട് ചെയ്യുക. 400-ൻ്റെ ഒരു സീറോ കട്ട് ചെയ്യുക. ഇനി 8 40-ൽ എത്ര തവണ പോകും? 5 തവണ അല്ലേ? 8 5 40. അപ്പോൾ 5 × 100 എത്ര വരും? 500. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയുടെ 12% 48 ആയാൽ ആ സംഖ്യയുടെ 40% എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയാലോ. 48/12 × 40 എഴുതാം. ഇനി എന്ത് ചെയ്യുക? 12 48-ൽ എത്ര തവണ പോകും നോക്കാം. ഒരു 12 12, 2 12 24, അങ്ങനെ 4 12 48. അപ്പോൾ എത്ര തവണ പോകും? 4 തവണ. 4 × 40. 4 × 4 എത്രയാണ്? 16. അതിൻ്റെ കൂടെ ഒരു സീറോ കൂടി ചേർക്കുക. 160. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 700-ൻ്റെ 20% എത്രയാണ് എന്നാണ് ചോദ്യം. 700-ൻ്റെ 20% എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നോക്കിയാലോ. 700-ൻ്റെ 20% എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 700-ൻ്റെ 10% നമ്മൾ ആദ്യം നോക്കാം. എത്രയായിരിക്കും 700-ൻ്റെ 10%? 700-ൻ്റെ ഒരു സീറോ കട്ട് ചെയ്തതാണ് 10% എന്ന് പറയുന്നത്. അത് എത്രയാണ്? 70. അപ്പോൾ നമുക്ക് 700-ൻ്റെ 10% 70 ആണെങ്കിൽ 700-ൻ്റെ 20% എത്രയായിരിക്കും? 140. മനസ്സിലായല്ലോ? ഇനി അടുത്തൊരു 2-3 ക്വസ്റ്റ്യൻ ഇതുപോലെ നോക്കാം. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. 500-ൻ്റെ 10% എത്രയാണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യന്. നേരത്തെ 700-ൻ്റെ 20% എത്രയാണെന്ന് ചോദിച്ചതുപോലെ തന്നെയാണ് 500-ൻ്റെ 10% എത്രയാണ് എന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 500 × 10/100 എന്ന് കൊടുക്കാം. ഇനി 100-ൻ്റെ 2 സീറോയും 500-ൻ്റെ 2 സീറോയും കട്ട് ചെയ്യുക. 5 × 10 50. ഇത് നമ്മൾ പെന്നോ പേപ്പറോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യുക? 500-ൻ്റെ 100% എത്രയാണ്? 500 തന്നെയാണ്. 500-ൻ്റെ 10% എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സീറോ കട്ട് ചെയ്തതാണ് 50. ഓക്കെ, ഇനി ഇതുപോലെ 2 ക്വസ്റ്റ്യൻ കൂടി നോക്കാം. 1200-ൻ്റെ 3% എത്രയാണ് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 1200 × 3/100 എന്ന് കൊടുക്കാം. ഇനി 2 സീറോ കട്ട് ചെയ്യുക. 100-ൻ്റെ 2 സീറോയും 1200-ൻ്റെ 2 സീറോയും കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ 12 × 3 ചെയ്ത് നോക്കണം. 12 × 3 എത്രയാണ്? 36. 1200-ൻ്റെ 3% എന്ന് പറയുന്നത് 36 ആണ്. 1% ചോദിച്ചാൽ എത്രയായിരിക്കും? 2 സീറോ കട്ട് ചെയ്തതാണ് 1%. 12. 2% എത്രയായിരിക്കും? 12 × 12, 12 + 12 എത്രയാണ്? 24. 3% 36. മനസ്സിലായല്ലോ? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇനി 1500-ൻ്റെ 3% എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യന്. അപ്പോൾ 1500 × 3/100 എന്ന് കൊടുക്കാം. 2 സീറോ കട്ട് ചെയ്യാം. 1500-ൻ്റെ 2 സീറോ കട്ട് ചെയ്യാം. 15 × 3 എത്രയാണ്? 45 അല്ലേ?
അപ്പോൾ 1% ചോദിച്ചാൽ എത്രയായിരിക്കും? 15. 2% ചോദിച്ചാൽ 30. 3% ചോദിച്ചാൽ 45. ഇനി 10% എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും? 150 അല്ലേ? ഒരു 0 കട്ട് ചെയ്യുക. 10% എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 0 കട്ട് ചെയ്യുക. അപ്പോൾ 150 ആയിരിക്കും വരുന്നത്. ഓക്കെ. അപ്പോൾ പേനയും പേപ്പറും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയും പറഞ്ഞു, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ട് ചെയ്യുന്ന രീതിയും പറഞ്ഞു. ഇത്രയും എല്ലാവരും നന്നായി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായി വരുന്നതായിരിക്കും. താങ്ക് യു.